കണ്ടെത്താൻ നമ്മളൊന്ന് ശ്രമിക്കുക. എന്താണ് ഭക്തി? എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഭക്തന്മാരാണ്, നിങ്ങൾ അവകാശപ്പെടുന്ന സ്ഥിതിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? അമ്പലത്തിൽ പോവും, വഴിപാട് നടത്തും, നാമം ജപിക്കും, വീട്ടിൽ നിലവിളക്ക് കൊളുത്തും, ആണോ? എന്താ ഭക്തി? എന്താ? എന്താണ് ഭക്തി? നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മ ഈ ഭക്തി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം കൊടുക്കും? മോനെ, ജീവിതത്തിൽ ഭക്തി വേണം, ഭക്തി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നന്നാവൂ, ഇങ്ങനെയൊക്കെ അമ്മമാർ പറഞ്ഞു കൊടുക്കാറില്ലേ? അമ്മയും അച്ഛനും ഒക്കെ മക്കളോട് പറയും ഭക്തി വേണം അല്ലേ, അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടി തിരിച്ചു ചോദിക്കുകയാണ് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഇപ്പോഴത്തെ സ്ഥിതിയിൽ രണ്ട് മറുപടി ആയിരിക്കും ഉണ്ടാവുന്നത്. ഒന്ന്, അവനോട് പറയും അങ്ങനൊന്നും ചോദിക്കല്ലേ, ദോഷം കിട്ടും ഇല്ലേ, ഒന്ന് പേടിപ്പിക്കും. രണ്ടാമതോ, തലക്കിട്ടൊരു തട്ട് കൊടുക്കും, ചെറിയ വായിലാന്നോടാ വലിയ വർത്താനം ചോദിക്കുന്നത്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞൊരു അടിയും കൂടെ കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങളും ആ കുട്ടിയുടെ വളർച്ചയെ മുരടിപ്പിക്കും, അറിയാനുള്ള ആഗ്രഹത്തെ നശിപ്പിക്കും. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ ആകാംക്ഷയോട് അവർ എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തെ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്തി കൊടുക്കണം. ഒരിക്കലും ഉത്തരം കൊടുക്കാതെ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. എന്താ കാരണം? ഈ കൊടുക്കുന്ന ഉത്തരങ്ങളിലൂടെയാണ് അവർ ജീവിതത്തിൽ വളർന്നു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അറിയുവാനുള്ള ആഗ്രഹം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ടാവണം. ഇല്ലെങ്കിൽ അവർ കുറേ കഴിഞ്ഞാൽ അന്വേഷണ പരതയില്ലാത്ത, കേവലം എന്തോ മുന്നിൽ കൊടുത്ത് അത് മാത്രം വാഴി വിഴുങ്ങുന്ന, മനസ്സിലായില്ലേ, വ്യക്തികളായി മാറിപ്പോവും. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നവും അങ്ങനെയാണ്. അവർക്ക് സ്വയമേവ ചോദിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഈ ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഈ സാമൂഹിക വ്യവസ്ഥയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവർ ജീവിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഘടനയെ രൂപപ്പെടുത്താൻ, അവരുടെ ചുറ്റുപാടിലും ഉള്ളതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ അവർ ചോദിക്കുവാനുള്ള അവസരം കൊടുക്കണം. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായിട്ട് അവർ അറിവിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആകാംക്ഷയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, വിശ്വാമിത്രനോടൊപ്പം വനത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ശ്രീരാമചന്ദ്രൻ പല പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു, കാണുന്ന ഓരോ കാഴ്ചകളെക്കുറിച്ചും ചോദിച്ചു. ഗുരുനാഥ അതെന്താണ്, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം മറുപടി കൊടുത്തൊരു വിദ്യാഭ്യാസം, ഒരു കൃത്യമായ ഒരു പഠനയാത്ര പോലെ ആയിരുന്നു അവിടെ കാനന യാത്ര എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെന്തോ തെറ്റാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അവർ ചോദിക്കുകയാണ് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? നമ്മൾ ഇത്രയും കാലം ക്ഷേത്രത്തിലൊക്കെ പോയി അല്ലേ, പ്രാർത്ഥനയൊക്കെ നടത്തി ജീവിക്കുന്നവരല്ലേ. എന്താണ് ഭക്തി? എന്താ? വളരെ സിമ്പിളാണ്. നമ്മൾ അറിയണം ഭക്തി എന്താണെന്ന്. ഇന്ന് ഭക്തി എന്താണ് എന്ന് കൃത്യമായി അറിയാതെ, മനസ്സിലായില്ലേ, എന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ചിലരെ വിചാരം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരേക്കാളും മുമ്പിൽ കയറി നിന്ന് ആരും തൊഴുതാതിരിക്കാൻ മുമ്പിൽ നിൽക്കുന്നതാണ് ഭക്തി എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. വലിയ ഭക്തൻ ആരാന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഏറ്റവും മുമ്പിൽ കയറി ആരും കാണണ്ട. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. പലരും പലതരത്തിലുള്ള കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ ഭക്തി മനസ്സിൻ്റെ വികാസമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നോ ചെന്നില്ലയോ എന്നുള്ളതൊന്നും അതിന് ബാധകമല്ല. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വികസിപ്പിക്കാൻ സാധിച്ചാൽ അത് ഭക്തിയായി മാറി. ഭഗവാന്റെ അടുത്ത് തന്നെ എത്തിപ്പെട്ടാലേ ഭക്തി വരൂ എന്നൊരർത്ഥമില്ല. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കുറൂരമ്മ എന്നൊരു കഥാപാത്രമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ പ്രധാനികളിൽ ഒരാളാണ് ആര്? കുറൂരമ്മ. ഒരു സാധാരണ ഗൃഹസ്ഥയായ ഒരു വീട്ടമ്മയാണ്. ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മഹാരഥന്മാർ പറയുന്നത് ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തന്മാരെ ആവോളം വളർത്തി. മനസ്സിലായില്ലേ? പൂന്താനം, വില്യമംഗലത്ത് സ്വാമിയാർ, പട്ടതിരിപ്പാട്, കുറൂരമ്മ, ഇങ്ങനെ തുടങ്ങി തൻ്റെ
ഭക്തന്മാരെ ആവോളം ആര് വളർത്തി? ഗുരുവായൂരപ്പൻ പരിപോഷിപ്പിച്ചു. ഭക്തന്മാർ ഗുരുവായൂരപ്പനെ വളർത്തി. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ ഭക്തന്മാരെ വളർത്തി. ഭക്തന്മാർ ഗുരുവായൂരപ്പൻ്റെ മഹത്വം പാടി പാടി ആരെ വളർത്തി? ഗുരുവായൂരപ്പനെ പ്രശസ്തനാക്കി, അല്ലെ വളർത്തി. എന്നതുപോലെയാണ് ഭഗവാനും ഭക്തനും തമ്മിലൊരു ആത്മബന്ധമുണ്ട്. ഈ കുറൂരമ്മ തൻ്റെ ഭർത്താവൊക്കെ മരണപ്പെട്ട് വളരെ യൗവനകാലത്ത് തന്നെ വിധവയാക്കി മാറ്റപ്പെട്ടു. ആ കുറൂരമ്മ സദാസമയത്തും ഗുരുവായൂരപ്പൻ്റെ ദാസിയാവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് മാല കെട്ടി ഈ മാലയും കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് ഗുരുവായൂരെത്തി. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വളരെ ദൂരത്താണ് വീട്. ഇന്നത്തെ കണക്കുള്ള വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലവുമാണ്. അതുകൊണ്ട് തന്നെ ആ മാല കെട്ടി കിലോമീറ്റർ കണക്ക് നടന്ന് ആ മാല കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് വേണ്ടി സോപാനപ്പടിയിൽ സമർപ്പിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പുരോഹിതൻ ആ തിരുമേനി ആ മാലയെടുത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തുന്നത് കണ്ട് നിറകണ്ണുകളോടെ ഗുരുവായൂരപ്പൻ്റെ പാദത്തെ മനസ്സിൽ സ്മരിച്ച് തൊഴുത് തിരികെ എത്തിയതിന് ശേഷം മാത്രമേ കുറൂരമ്മ ഭക്ഷണം പോലും കഴിക്കുള്ളൂ എല്ലാ ദിവസവും. അങ്ങനെ ഒരു വ്രതധാരിയാണ് ആര്? കുറൂരമ്മ. അത്രയധികം ഗുരുവായൂരപ്പനോട് ഒരു പ്രേമഭാവം ആർക്കുണ്ട്? കുറൂരമ്മയ്ക്കുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്ക് ശാരീരികമായി വയ്യാതായി. ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കുറൂരമ്മ എത്തപ്പെട്ടു. പക്ഷേ എന്നിട്ടും എല്ലാ ദിവസവും രാവിലെ കുറൂരമ്മ ഈ പൂ പിച്ചി ഇറുത്ത് മാല കെട്ടാനായിട്ടിരിക്കും. മാല കെട്ടിത്തീരുമ്പോഴത്തേക്ക് കുറൂരമ്മ പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം എന്താ? ഈ മാല കൊണ്ടുപോയി കൊടുക്കാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞ് പലപ്പോഴും അവിടെ തളർന്ന് കിടക്കുകയും ചെയ്യും, ഉറങ്ങുകയും ചെയ്യും. ആ ദിവസങ്ങളിലൊന്നും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയുമായി. അങ്ങനെ പല നാളുകൾ ഭക്ഷണം കഴിക്കാതെ കുറൂരമ്മ വളരെ ദുഃഖത്തോടുകൂടി ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്താൻ പറ്റാത്ത ദുഃഖത്തോടു കൂടിയുള്ള അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ അതീവ ദുഃഖിതയായി ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഇനി ഗുരുവായൂരപ്പന് എൻ്റെ മാല സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് കുറൂരമ്മ എത്തി. അത്ര കണ്ട് ഹൃദയവേദനയോടെ എത്തുന്ന സമയത്ത് കുറൂരമ്മ ഒരു ദിവസം മുറ്റത്തിറങ്ങി പൂ ഇറുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടി, കുറൂരമ്മയ്ക്ക് അറിയില്ല, എവിടുന്നോ ഒരു കുട്ടി ഓടി വന്ന് കുറൂരമ്മയുടെ ഒപ്പം കൂടി. ആ കുട്ടി കുറൂരമ്മയോട് ചോദിച്ചു, കുറൂരമ്മേ നിങ്ങൾ എന്തിനാണ് ഈ പൂവൊക്കെ പിച്ചുന്നത്? നിങ്ങൾക്ക് ഒട്ടും വയ്യാലോ എന്നൊക്കെ ചോദിച്ചു. അത് ഗുരുവായൂരപ്പന് വേണ്ടി പിച്ചുന്നതാണ്. കുട്ടി കളിയാക്കി, ഗുരുവായൂരപ്പന് വേണ്ടി പൂ ഇവിടെ ഇരുന്ന് പിച്ചി ഇവിടെ ഇരുന്ന് മാല കെട്ടിയാൽ ഈ ഗുരുവായൂരപ്പന് ഈ വയ്യാത്ത കാലത്ത് നിങ്ങൾ എങ്ങനെ കൊടുക്കും? മനസ്സിലായില്ലേ? ഒട്ടും നടക്കാൻ വയ്യ. ഒരു പൂ ഇറുക്കാൻ തന്നെ പതുക്കെ പതുക്കെ പദം വെച്ച് വിറച്ചിട്ടാണ് ആര് പോകുന്നത്? കുറൂരമ്മ. അങ്ങനെയുള്ള കുറൂരമ്മയെ നിങ്ങൾ എങ്ങനെ ഈ ഗുരുവായൂരപ്പന് വേണ്ടി വെറുതെ സമയം കളയാതെ, ഈ മാല കെട്ടാൻ ഈ പൂ ഇറുക്കാൻ വേണ്ടി സമയം കളയാതെ, കാരണം നിങ്ങൾക്കിത് കൊടുക്കാൻ സാധിക്കില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴോ കുറൂരമ്മ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, എന്നാലും എൻ്റെ ഗുരുവായൂരപ്പനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയും അവസാനം പൂ പിച്ച സഹായിച്ചു. കുട്ടി ചോദിച്ചു, അവസാനം കുറൂരമ്മയെ ചോദിച്ചു, ഈ മാല ഗുരുവായൂരപ്പന് കൊടുത്തേ പറ്റോ? അതേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. കുറൂരമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരണം. മനസ്സിലായില്ലേ? കുറൂരമ്മ ഏറ്റു, എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ മാല കെട്ടി വെച്ച് ഈ കുട്ടിക്ക് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും കുറൂരമ്മ. അങ്ങനെ നിത്യേന ഈ മാല കൊണ്ടു കൊടുക്കാൻ ഈ കുട്ടി വരും, അവന് ഭക്ഷണം കൊടുക്കും. അവൻ കുറൂരമ്മയുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെയായി ആ കുറൂരമ്മ കൊടുക്കുന്ന മാലയും കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിലേക്ക് ഓടിപ്പോകും. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കുറൂരമ്മ ഈ മാല കെട്ടാനായിട്ട് പൂ ഇറുത്തിരുന്നപ്പോൾ കുട്ടി പറഞ്ഞു, കുറൂരമ്മേ എനിക്ക് വിശക്കുന്നു. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, മാല കെട്ടി തീരട്ടെ ഉണ്ണി, മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന നീ കണ്ടുകൊണ്ടിരിക്കലേ. മാലയൊക്കെ മാറ്റി വെക്കുന്ന ആദ്യം വിശപ്പിൻ്റെ കാര്യം പരിഹരിക്കേ, പിന്നല്ലേ അവിടെ ഇരിക്കുന്ന ആൾക്ക് മാല ഇട്ട് കൊടുക്കുന്നത്. കുറൂരമ്മയ്ക്ക് ദേഷ്യം, നീ എന്താ ഈ പറയുന്ന ഗുരുവായൂരപ്പനെ കുറിച്ച്? ആദ്യം ഗുരുവായൂരപ്പൻ്റെ കാര്യം, പിന്നെ നിൻ്റെ കാര്യമുള്ളൂ എനിക്ക്. അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞ് കുറൂരമ്മ കെട്ടിക്കൊണ്ടിരുന്ന മാലയെല്ലാം കൂടെ പിടിച്ചു വലിച്ച് നിലത്തിട്ട് ഈ കുട്ടി ഒരു ചവിട്ടി തേച്ചു. കുറൂരമ്മ വളരെ കോപത്തോടെ ചാടി എഴുന്നേറ്റു. എല്ലാ ദിവസവും ഈ മാല കൊണ്ടു കൊടുക്കുന്നുണ്ട്. കുട്ടിയോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ഒരൊറ്റ കാര്യത്തോടു കൂടി തന്നെ എന്തായി? ഇല്ലാണ്ടായി. കുറൂരമ്മ ഈ കുട്ടിയോട്, നീ ഇത്ര കുരുത്തക്കേടാണോ, കുസൃതിയാണോ? എങ്കിൽ നീ അല്പനേരം നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ്
ഈ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഈ വള്ളിക്കൊട്ടയുണ്ട്, പണ്ട് ഈ പുല്ലൊക്കെ അരിയാനൊക്കെ കൊണ്ടുവന്ന വലിയ വള്ളിക്കൊട്ട, ആ കൊട്ടയുടെ അടിയിലേക്ക് ഈ കുട്ടിയെ പിടിച്ച് കയറ്റിയിട്ട് ഈ കൊട്ടയെ അങ്ങ് അടച്ചു. അതിൻ്റെ മുകളിലേക്കൊരു ചെറിയ അമ്മിക്കല്ലും എടുത്തങ്ങ് വെച്ചു. നീ അതിൻ്റെ അടിയിൽ കിടക്ക്, നിന്റെ കുരുത്തക്കേട് ഞാനൊന്ന് കാണട്ടെ, മാല കെട്ടിത്തീരുന്നത് വരെ നിനക്കൊരു തുള്ളി വെള്ളം ഞാൻ തരില്ല, നീ വിശന്ന് അവിടെ കിടക്ക്, നീ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മാല, എൻ്റെ ഗുരുവായൂരപ്പനെയാണ് നീ ധിക്കരിച്ചത്, അതുകൊണ്ട് നീ അവിടെ കിടക്ക്, മാലയൊക്കെ കെട്ടിത്തീർന്നിട്ട് നോക്കട്ടെ, എനിക്ക് അന്നേരം തോന്നുവാണെങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തരാം എന്നൊക്കെ പറഞ്ഞൊരു വാശി ആര് കാട്ടി? കുറൂരമ്മ കാട്ടി. ഈ സമയത്താണ് വില്യമംഗലത്ത് സ്വാമിയാരെന്നറിയപ്പെടുന്ന ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു പരമഭക്തനായ വില്യമംഗലത്ത് സ്വാമിയാർ ഗുരുവായൂർ അമ്പലനടയിൽ തൊഴുതാൻ വേണ്ടി വന്നു. വില്യമംഗലത്ത് സ്വാമിയാരുടെ ഒരു പ്രത്യേകത, പ്രത്യക്ഷത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ഭക്തനാണ് ആര്? വില്യമംഗലത്ത് സ്വാമിയാർ. വില്യമംഗലത്ത് സ്വാമിയാർക്ക് ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷനാണ്, മനസ്സിലായില്ലേ? നമ്മൾ ചെന്ന വിഗ്രഹത്തെ കാണും. വില്യമംഗലത്ത് സ്വാമിയാരാണെങ്കിലോ ഭഗവാന്റെ രൂപം നേരിട്ട് കാണാൻ സാധിക്കും, അത്ര കണ്ട് ഭക്തനാണ് ആര്? വില്യമംഗലത്ത് സ്വാമിയാർ. ആ വില്യമംഗലത്ത് സ്വാമിയാർ അവിടെ വന്ന സമയത്താണ് മേൽശാന്തി പാൽപ്പായസമൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് കയറുന്നു? ക്ഷേത്രത്തിലേക്ക് പോകുന്നു പൂജ നടത്താൻ, പന്തീരടി പൂജ നടത്താൻ പാൽപ്പായസവും കൊണ്ടുപോവാ. വില്യമംഗലത്ത് സ്വാമിയാർ അകത്തോട്ട് നോക്കി തൊഴുതിട്ട് ഈ മേൽശാന്തിയോട് ചോദിച്ചു, ഈ പാൽപ്പായസം എന്തിനാ കൊണ്ടുപോകുന്ന അകത്തോട്ട്? അത് കണ്ണനെ നേദിക്കാൻ. ഏത് കണ്ണന്? ഗുരുവായൂരപ്പന് നേദിക്കാൻ. അതിന് പുള്ളി അകത്തില്ലല്ലോ. വില്യമംഗലത്ത് സ്വാമിയാർ പറഞ്ഞപ്പം മറുപടി പറയാൻ മേൽശാന്തിക്ക് പോലും നാവ് പൊങ്ങിയില്ല. കാരണം അത്രയും പ്രശസ്തനായിട്ടുള്ള ആളാണ് വില്യമംഗലത്ത് സ്വാമിയാർ. പറഞ്ഞു അവിടെ കണ്ണനില്ല, അവിടെ കേവലം വിഗ്രഹം മാത്രമേ ഉള്ളൂ, അവിടെ കണ്ണൻ എവിടെയോ പോയിട്ടുണ്ട്, എവിടെയാണെന്ന് തിരക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വില്യമംഗലത്ത് സ്വാമിയാർ അവിടുന്ന് നേരെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കണ്ണനെ അന്വേഷിച്ച് നടന്ന് വില്യമംഗലത്ത് സ്വാമിയാരോടൊപ്പം കുറേ ഭക്തന്മാരും കൂട്ടം കൂടി. അവരൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുക ഇങ്ങനൊരു വാക്ക് കേട്ടിട്ട്. നേരെ വില്യമംഗലത്ത് സ്വാമിയാരെ നടത്ത വന്ന് അവസാനിച്ചത് കുറൂരമ്മയുടെ ഇല്ലത്തിന് മുന്നിലാണ്. കുറൂരമ്മയുടെ ഇല്ലത്തിന് അകത്തേക്ക് വില്യമംഗലത്ത് സ്വാമിയാർ നടന്നു വരുന്നത് കണ്ടപ്പോഴേ കുറൂരമ്മ വളരെ ഭക്തിയോടും, അല്ലയോ സ്വാമിയാരെ, അങ്ങ് എന്താണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്? അങ്ങ് വന്നതുകൊണ്ട് എനിക്ക് മഹാഭാഗ്യമൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി സ്വീകരിച്ച പറഞ്ഞു, നിന്റെ സ്വീകരണമൊക്കെ അവിടെ നിർത്ത്, ആദ്യം നീ ആ കണ്ണനെ അങ്ങ് തുറന്നു വിടാൻ പറഞ്ഞു. എത്രയോ ഭക്തന്മാർ അവരുടെ ശരണാശ്രയനായി ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വരുന്ന സമയത്ത് ആ കണ്ണനെ പിടിച്ച് ബന്ധിച്ച് ഇവിടെ ഇടാൻ കുറൂരമ്മേ നീ ഒരു ദുഷ്ടയാണോ എന്നൊക്കെ ചോദിച്ച് വില്യമംഗലത്ത് സ്വാമിയാർ ചോദിച്ചപ്പോൾ കുറൂരമ്മ ഞെട്ടിപ്പോയി. അപ്പോഴാണ് കുറൂരമ്മ അറിയുന്നത് എല്ലാ ദിവസവും തൻ്റെ അടുത്ത് വന്ന് മാല നേരിട്ട് സ്വീകരിച്ച് ആ താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നേരിട്ട് ഭുജിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നറിഞ്ഞ കുറൂരമ്മ നിറകണ്ണുകളോടെ ഹൃദയവേദനയോടെ ഓടിയെത്തി ആ കൊട്ട ഉയർത്തുന്ന സമയത്ത് ആ കൊട്ടയുടെ അടിയിൽ നിന്ന് പുഞ്ചിരിച്ച് പല്ലിളിച്ച് കാണിക്കൊണ്ട് കുസൃതിയോടെ കുറൂരമ്മയുടെ ശരീരത്ത് വന്ന് നുള്ളി ആ കുറൂരമ്മ കെട്ടിവെച്ച മാലയും എടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് ആ കുട്ടി ഓടിപ്പോവുകയും ചെയ്തു. കുറൂരമ്മ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന കാലത്തൊന്നും കുറൂരമ്മയ്ക്ക് നേരിട്ട് ആരെ കാണാൻ സാധിച്ചില്ല? ഭഗവാനെ കാണാൻ സാധിച്ചില്ല. പക്ഷെ നിറഞ്ഞ ഭക്തിയോടെ ആ കുറൂരമ്മയുടെ മനസ്സ് ഭക്തിയിലേക്ക് ദൃഢമായപ്പോൾ കുറൂരമ്മയ്ക്ക് സ്വന്തം ഗൃഹത്തിൽ വെച്ച് തന്നെ ആരെ കാണാൻ സാധിച്ചു? സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു. ആ ഗുരുവായൂരപ്പൻ്റെ മടിയിൽ തലവെച്ചു മരിക്കാൻ ഭാഗ്യമുണ്ടായ ഏക വ്യക്തി കുറൂരമ്മയാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഭക്തിയുടെ ഒരു തലം. അങ്ങനെയുള്ള ഭക്തന്മാരായി ഭക്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആരാണ് ഭക്തൻ എന്ന് നമ്മൾ അറിയണം. എന്താണ് ഭക്തി എന്ന് നമ്മൾ അറിയണം. ഭക്തി എന്ന് പറയപ്പെടുന്നത് പരമമായ സ്നേഹമാണ്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് പരമമായ സ്നേഹമാണ്. ആ പരമമായ സ്നേഹം പകരം വെക്കാൻ, മറ്റൊന്നും പകരം വെക്കാനില്ലാതെ ഭഗവാനോടുള്ള പരമസ്നേഹമാണ് ഭക്തി. നാരദ മഹർഷി ഭക്തി സൂത്രത്തിൽ വളരെ കൃത്യമായി ഭക്തിക്കൊരു നിർവചനം കൊടുക്കും. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി. സാധു അസ്മിൻ, അവനോട്. ആരോട്? ഈശ്വരനോട്. മനസ്സിലായില്ലേ? പരമപ്രേമമാകുന്നു എന്ത്? ഭക്തി.
പരമപ്രേമമാവുന്ന എപ്പോഴാ? ഒന്നും ആഗ്രഹിക്കാതെ, മനസ്സിലായില്ലേ, പകരം വെക്കാതെ പരിപൂർണമായ സ്നേഹം, അതാണ് പരമ സ്നേഹം, അതാണ് ഭക്തി. അതുകൊണ്ടാണ് ഭക്തിയിൽ ഭഗവാനെ ഭജിക്കുമ്പോൾ മോഹങ്ങൾ പോലും അരുതെന്ന് പറയും. മനസ്സിലായില്ലേ? മോഹങ്ങൾ പോലും അരുതാണ്. കാരണം ഭക്തിയിൽ മോഹം വന്നാൽ അവിടെ നമ്മുടെ ഭക്തി മലിനമായി മാറും. ഒരു ഉദാഹരണം കൂടി നമുക്ക് പെട്ടെന്ന് ചർച്ച ചെയ്യാം. നിങ്ങളിപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതാൻ പോവുകയാണ്. ക്ഷേത്രത്തിൽ തൊഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം, ഒരു നല്ല കാറ് വാങ്ങണം. നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുതാണ്, ഭഗവാനെ ഒരു നല്ല കാറ് വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ ആ കാറിൻ്റെ രൂപം തെളിയത്തില്ലേ? തെളിയത്തില്ലയോ? നിങ്ങൾ വാങ്ങുന്ന കാറിൻ്റെ രൂപം തെളിയും, അതിനേക്കാൾ നല്ല കാറുകളുടെ പല രൂപം തെളിയും, ഷോറൂമിലെ പല പല കാറുകളുടെ ചിത്രം തെളിയും, ഇല്ലേ? തെളിയത്തില്ലയോ? അപ്പോഴാണ് കോണ്ടസ വേണോ, BMW വേണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വേണോ, ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ഓരോ വാഹനങ്ങളുടെയും രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയും. അത് തെളിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആര് ഔട്ടായി? ഭഗവാൻ ഔട്ടായി. മനസ്സിലായില്ലേ? പകരം ആര് കയറി? കാറ് കയറി. ഇനി വീടിൻ്റെ മോഹമായിട്ടാണ് പോകണമെങ്കിലോ, മനസ്സിൽ വീടിൻ്റെ സ്വീകരണ റൂം, വലിയ ഇല്ലേ ബെഡ്റൂം, 10 ബെഡ്റൂം വേണം, അവിടെ ഈ ഡിസൈൻ വേണം, ആ ഡിസൈൻ വേണം, എഞ്ചിനീയർ വരച്ചു കൊടുത്ത ഡിസൈൻ എല്ലാം നിങ്ങളുടെ മനസ്സിൽ തെളിയും. അവിടെ നിങ്ങളുടെ മനസ്സിൽ ആര് ഔട്ടാവും? ഭഗവാൻ ഔട്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം മോഹത്തോടു കൂടി നമ്മൾ ഭജിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മോഹിക്കപ്പെടുന്ന വസ്തു ഉയർന്നു വരികയും ആ വസ്തു മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പം മോഹം യഥാർത്ഥത്തിൽ ഭഗവാനെ അകത്താക്കലാണോ പുറത്താക്കലാണോ? ഭഗവാനെ പുറത്താക്കല. യഥാർത്ഥത്തിൽ ഭക്തിയിൽ ഭഗവാനെ അകത്താക്കലല്ലേ വേണ്ടത്? മനസ്സിലായോ? ഇതുകൊണ്ടാണ് മോഹങ്ങൾ അകലണം ഭക്തിയിലെന്ന് നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ ഇപ്പോഴും നമ്മൾ പോകുന്ന മോഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കാതെ. മനസ്സിലായില്ലേ? ചില പറഞ്ഞത് എത്ര കാലം ഞാൻ ഭഗവാനെ ആരാധിച്ചു, എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, എന്തേ എൻ്റെ മനസ്സിലൊരു ശാന്തി ഇല്ലാതെ? അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ അനേക മോഹങ്ങളുടെ പുറവിലാണ്. അപ്പം മോഹം എന്ന് പറയുന്നത് ഭക്തിയിലെ മാലിന്യമാണ്. മോഹങ്ങൾ അകലണം, അതാണ് മോക്ഷം. മനസ്സിലായില്ലേ? മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞു. എന്താ? മോഹക്ഷയ ഇതി മോക്ഷം. എല്ലാ മോഹങ്ങളും ക്ഷയിക്കുന്നതാണ് മോക്ഷം. ഇതുകൊണ്ടാണ് പ്രഹ്ലാദനോട് ഭഗവാൻ നരസിംഹ രൂപത്തിൽ ചോദിച്ചു, പ്രഹ്ലാദ എന്ത് വരം വേണം? എന്ത് വരം വേണം? എന്തായിരുന്നു പ്രഹ്ലാദൻ്റെ മറുപടി? ഇവിടെ ഇരിക്കുന്ന സാക്ഷാൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കുക എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ എന്ത് ചോദിക്കും? ഒരേ ഒരു അവസരം, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരേ ഒരു അവസരം നിങ്ങൾക്ക് തരുവാണ്. ഭദ്രകാളി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കുക എന്ത് വരം വേണം? ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാൻ പറ്റൂ. നിങ്ങൾ എന്ത് ചോദിക്കും? സത്യസന്ധമായിരിക്കണം മറുപടി. ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ തോന്നുന്നത് എന്ത് വരം ചോദിക്കും? ഇന്നലത്തെ ആഗ്രഹമാണോ ഇന്നത്തെ ആഗ്രഹം? ആണോ? അല്ല. 15 വയസ്സിലുണ്ടായിരുന്ന മോഹമാണോ ഇപ്പോഴത്തെ മോഹം? ആണോ? ഇപ്പോഴത്തെ മോഹമായിരിക്കും നാളെ വരുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള മോഹം? ആണോ? പലതല്ലേ. അപ്പം നിങ്ങളുടെ അടുത്ത് പറയണം, ഒരേ ഒരു തവണ ജീവിതത്തിൽ ഒരു അവസരം തന്നാൽ എന്ത് വരം ചോദിക്കും? ആദ്യം ഒന്ന് കണക്ക് കൂട്ടും. 1 ലക്ഷം രൂപയുടെ കടമുണ്ട്, പിന്നെ ഒരു 2 ലക്ഷം രൂപയുടെ കിട്ടിയാൽ കൊള്ളാം, 3 ചോദിക്കാം. 3 ചോദിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരുന്നു നേടാ 3 കിട്ടിയിട്ട് എങ്ങനെ കാര്യം? അപ്പോൾ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണ്ടേ, എന്നാൽ ഒരു 20 ചോദിക്കാം. വീട് പണിയുമ്പം ചുറ്റുമതിലും കൂടെ വേണ്ടേ, എന്നാൽ പിന്നെ ഒരു 50 ചോദിക്കാം. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒക്കെ സൗകര്യം കൂടെ വേണ്ടേ, എന്നാൽ പിന്നെ 1 കോടി ആവട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും എടാ വീടും ഇതുമൊക്കെ ആയി ചുറ്റുമതിലൊക്കെ ആയപ്പോൾ സഞ്ചരിക്കാൻ കാറ് വേണ്ടേ? വേണം. എന്നാൽ പിന്നെ അതിൻ്റെയും കൂടെ ചേർത്ത് ഒരു 2.5 കോടി ചോദിക്കാം. അന്നേരം ചിന്തിക്കുന്നത് എടാ ഒരു കാറ് മാത്രമേ ഉള്ളെങ്കിൽ എല്ലാവർക്കും ഒരേ സമയത്ത് പോകേണ്ടി വന്നാലോ, എന്നാൽ പിന്നെ ഒരു 5 കാറ് ചോദിക്കാം, 5 പേരുണ്ടെങ്കിൽ. പിന്നെയോ 3 മക്കളുണ്ട്, 3 പേർക്ക് കൂടെ സ്വത്ത് പാകം ചെയ്യുമ്പോൾ കുറഞ്ഞു പോകത്തില്ലേ, എന്നാൽ പിന്നെ ഒരു 10-500 കോടി ചോദിക്കാം. ഇങ്ങനെ ചിന്തിച്ച് അവസാനം മനസ്സിലായില്ലേ, മോഹങ്ങൾ കയറി വന്ന അവസാനം ഹൃദയം പൊട്ടി നമ്മളങ്ങ് ചത്തുപോകും. ഭദ്രകാളിക്കൊന്നും തരേണ്ടിയും വരത്തില്ല. ശരിയല്ലേ? അല്ലേ? അതാണ് പൂന്താനം പറഞ്ഞത്, 10 കിട്ടുമ്പോൾ
100 മതിയെന്നും 100 കിട്ടുമ്പോൾ 1000 വേണമെന്ന്, 1000 കിട്ടുമ്പോൾ ലക്ഷങ്ങൾ വേണമെന്ന്, ലക്ഷം കിട്ടുമ്പോൾ കോടി വേണമെന്ന്, ഇങ്ങനെ ആർത്തി പൂണ്ട് മോഹത്തിന് പുറകെ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവുകയില്ല. മനസ്സിലായോ? ഒരിക്കലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. ഇവിടെയാണ് പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞത്, ഭഗവാനെ, ഒരു മോഹവും ഉണ്ടാകാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു മോഹം വന്നാൽ പിന്നെ നിന്നിലുള്ള ശ്രദ്ധ എനിക്ക് കുറഞ്ഞു പോവും, മോഹിച്ചതിനോട് ശ്രദ്ധയായി പോവും. മനസ്സിലായില്ലേ? ഒരമ്മയുടെ ഒക്കത്തിരുന്നൊരു കുഞ്ഞ് കളിക്കുമ്പോൾ ആ അമ്മ ജോലി ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറ്റാൻ അമ്മ എന്താ ചെയ്യുന്നത്? ഒരു കളിപ്പാട്ടം എടുത്ത് 2-3 തവണ കിലുക്കി കുഞ്ഞിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ട് കളിപ്പാട്ടം അങ്ങ് കൊടുക്കും. അതോടുകൂടി കുഞ്ഞിന് പിന്നെ അമ്മയെ വേണോ? കുഞ്ഞ് കളിപ്പാട്ടത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് മോഹങ്ങൾക്ക് പുറകിൽ പോകുമ്പോൾ നമുക്ക് ആരെ നഷ്ടപ്പെടും? ഭഗവാനെ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഒരിക്കലും പോലും ഭക്തിയിൽ മോഹങ്ങളെ ഉണ്ടാവരുത്. ഭക്തി എന്തിനാണ്? ഭഗവാനെ സ്നേഹിക്കാനാണ്. പരിപൂർണമായും ഭഗവാന്റെ നാമം ജപിച്ച് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ദുഃഖവും വിഷമങ്ങളും ഒക്കെ ആര് മനസ്സിലാക്കും? നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ അതിനും മറ്റൊരു ഉദാഹരണം എടുക്കാം. നമ്മളിന്ന് കൃഷ്ണകഥ പറഞ്ഞു. സർവ്വ ദുഃഖങ്ങളുടെയും വലിയൊരു നീണ്ട ലിസ്റ്റുമായി സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ലിസ്റ്റുമൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടാണ് കുചേലൻ്റെ പത്നി കുചേലനെ എവിടേക്ക് അയച്ചത്? ഭഗവാന്റെ സവിധത്തിലേക്ക് അയച്ചത്, ഇല്ലേ? ഭഗവാന്റെ സവിധത്തിലെത്തിയ കുചേലൻ തനിക്ക് എന്തെങ്കിലും വേണമെന്ന മോഹം ഭഗവാനോട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടറിയേണ്ടതല്ല ഈശ്വരൻ. മനസ്സിലായില്ലേ? നമ്മുടെ ധാരണയാണ് നമ്മൾ കിടന്ന് തലമുറയിട്ട് അടിച്ച് കരഞ്ഞാലേ ഭഗവാൻ കേൾക്കുള്ളൂ എന്ന്. ഈ അടിച്ച് കരയുമ്പോൾ തന്നെ ഭഗവാൻ വിചാരിക്കും, എന്നെ അറിയാതെ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാം ചോദിക്കാൻ വരുന്ന ഇവൻ ഇച്ചിരി കൂടെ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായോ? നേരെ മറിച്ച് സർവ്വതും അറിയുന്നവനാണ് ഈശ്വരൻ എന്ന ഈശ്വരബോധത്തെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ ഭഗവാനെ ഭജിക്കണം. ആ കുചേലൻ ഒന്നും പറയാതെ തന്നെ ഭഗവാൻ സർവ്വതും അറിഞ്ഞില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ഭാഗവതത്തിലും പുരാണത്തിലും ഇങ്ങനെ ഈ കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഥ നമ്മുടെ ഒരു വിദ്യാഭ്യാസമാണ്. മനസ്സിലായില്ലേ? ഈ കഥയിലൂടെ നമ്മൾ ശരിയായ നിലയിൽ എങ്ങനെയാവണം രൂപപ്പെടേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. അല്ലാതെ നമ്മളെ രസിപ്പിക്കാനുള്ള കഥകളല്ല പുരാണം. പുരാണം മുഴുവൻ കൃത്യമായി പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ പ്രോജക്റ്റാണ്. യഥാർത്ഥ മനുഷ്യനെ വീണ്ടെടുക്കാൻ, യഥാർത്ഥ ഗുണങ്ങളുള്ളവരെ രൂപപ്പെടുത്താൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നേരെയാവുക എന്നുള്ളതാണ് ലോകം നേരെയാവാനുള്ള മാർഗം. നമ്മളൊക്കെ പറയും ലോകം മുഴുവൻ കുഴപ്പമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരെയാണെന്നുള്ളതാണ്. അതല്ല, ആദ്യം നമ്മൾ നേരെയാണോ? നമ്മുടെ കാഴ്ചപ്പാടുകൾ നേരെയാവണം. അപ്പം നമ്മളിൽ ശരിയായ ഭക്തി ഉണ്ടാവണം. ഭക്തിയിലെ മോഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കണം എന്ന ഭാഗം നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്കിനി